അപ്പൊ എന്താ കുടുംബം? ഞാൻ പറഞ്ഞുതരാ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാ മതി. ഞാൻ പറഞ്ഞുതരാ. ഒരു മനുഷ്യന് മനസ്സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് കുടുംബം. ചിരി വരില്ല നിങ്ങൾക്ക് ഇത് കേട്ടിട്ട്? ഇല്ലേ? കല്യാണം കഴിച്ചിട്ട് 10-40 വയസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ചിരി വരില്ല ഇത് കേട്ടിട്ട്? ഒരു മനുഷ്യന് മനസ്സമാധാനത്തിനും സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി മനുഷ്യരുണ്ടാക്കിയ സംവിധാനമാണ് കുടുംബം. ഈ കുടുംബത്തിൽ ഉണ്ടാവേണ്ട സാധനം ഇതാണ്. ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോന്ന്? ആണുങ്ങൾ പറയുന്നുണ്ടോന്ന്? നമ്മളൊക്കെ പറഞ്ഞ എന്താ? എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രസംഗം ആ പ്രസംഗം കിട്ടിയാല് ഭാര്യന്റെ കടമ എന്നാ പിടിച്ചോ, കേക്കടി കേക്ക്. ഭർത്താവിന് ഒരു കടമയില്ല, മൂപ്പർക്ക് ഒരു കടമയില്ല. മൂപ്പരെ കടമ എന്താ? ഇങ്ങനെ തെണ്ടിത്തിരി നടക്കുക, എന്നിട്ട് വീട്ടിൽ വരിക, കുറെ മൊബൈലിൽ തോണ്ടുക, എന്നിട്ട് എന്തെങ്കിലും തിന്നാണ്ടാക്കി അതിന് കുറ്റം പറയാം. ഇതാണ് ഭർത്താവിന്റെ കടമ. ഭാര്യക്ക് ഫുൾ കടമയും. ഏതെങ്കിലും ഒരു നിക്കാഹിന് പോയാൽ അവിടുത്തെ ഖുതുബ, അവിടുത്തെ പ്രസംഗം എന്താ? ഭാര്യയുടെ കടമകൾ അറിയുമോ പെണ്ണേ നിനക്ക്? ആണിനൊരു കടമയില്ല. ആണെന്താ സുഖം അറിയണോ? ഇങ്ങനെയാണോ കുടുംബം? ഇത് ഏത് ഇസ്ലാമാ? എവിടെ അത് പഠിപ്പിച്ചു തന്നത്? പുരുഷനാണ് കുടുംബത്തിന്റെ അധിപൻ. പുരുഷനെയാണ് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക. ഏതെങ്കിലും പുരുഷന്മാർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ? ഏതെങ്കിലും ആൾക്കാർ വയല് പറയുമ്പോൾ വയലിന് വിളിക്കാരാന്നറിയോ? പള്ളി കമ്മിറ്റി. ഏതെങ്കിലും ഒരു മൊയ്ലാര് വന്നിട്ട് പുരുഷനെ കുറിച്ച് വയല് പറഞ്ഞാൽ ഓനെ പിന്നെ അടുത്ത വയലിന് കൊണ്ടുവരില്ല. അയാൾ ശരിയാവില്ല, അയാൾ നമുക്ക് പറക്കും. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇത് എവിടെയാ നമ്മൾ പഠിച്ച്? പുരുഷനാണ് പ്രധാനം. ആരാ പ്രധാനം? പുരുഷൻ. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ ചോദ്യം ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായപ്പോ രാത്രി ഉറങ്ങാതെ ഒരു പരിചാരകന്റെ കൂടെ ഉമർ ഇങ്ങനെ നടക്കും. അറബിയിലൂടെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കരയിലൂടെ ഇങ്ങനെ നടക്കാണ് ഉമർ, ഒരു പരിചാരകനെ കൂട്ടിയിട്ട്. ഉമറിന്റെ കൂടെ നടക്കുന്ന പരിചാരകൻ ക്ഷീണിച്ചു, ഉറക്കം വന്നു. ഉമർ ക്ഷീണിതനായില്ല. പരിചാരകൻ ചോദിച്ചു, ഖലീഫ എന്തിനായ ഉറക്കം നമ്മളിങ്ങനെ നടക്കണത്? ഉറങ്ങിക്കൂടെ നമുക്ക്? ഉടൻ ഖലീഫ പറയാ, ഉമർ പറയാ, എടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഓരോ ഭരണാധികാരിയും നാളെ ചോദ്യം ചെയ്യപ്പെടും. അള്ളാന്റെ കോടതിയിൽ ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടും. ഓരോ ഭരണാധികാരിയും. ആ ഭരണാധികാരികൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. നിന്റെ റസൂലിന്റെ വായിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആരാത് പറയണേ? ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയണോ, നിനക്ക് വേണമെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് ഉറക്കം വരില്ല. കാരണം എന്താ? ഞാൻ ഭരിക്കുന്നിടത്ത് ആരെങ്കിലും പട്ടിണി കിടന്ന ഉത്തരം ഞാൻ പറയേണ്ടി വരും. അല്ലേ? ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന ആണുങ്ങൾ ചിന്തിച്ചോ, ഞാനും നിങ്ങളുമൊക്കെ ഭരണാധികാരിയാണ്. ഒരു കുടുംബത്തിന്റെ ഭരണാധികാരി നാളെ പരലോകത്തെത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടെ എത്ര സക്കാത്ത് കൊടുത്തു, എത്ര നിസ്കരിച്ചു, എത്ര നോമ്പ്, എത്ര പൈസ ചെലവാക്കി എന്നല്ല, കുടുംബസംഗമം നടത്തിയെന്നല്ല. ആദ്യത്തെ ചോദ്യം, എടോ നിന്റെ കുടുംബം, നീ ആയിരുന്നല്ലോ ഭരണാധികാരി, അതിന്റെ ക്ഷേമം എന്ത്? ക്ഷേമം. നിന്റെ കുടുംബം, അതിന്റെ സന്തോഷം എത്ര? നിന്റെ ഭാര്യക്ക് നീ എന്തൊക്കെ ചെയ്തു കൊടുത്തു? ഒരു ഭർത്താവിനോടാ ചോദ്യം, ഭാര്യയോടല്ല. നാളെ ഉത്തരം പറയാണ്ടോ നിങ്ങളടുത്ത്? അതുകൊണ്ട് ആണും പെണ്ണും ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ കണ്ടിട്ട് ആ കുടുംബം ഉണ്ടാക്കാൻ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ പെൺകുട്ടിയൊക്കെ തോന്നണം. ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് 10ാം ക്ലാസ്സുകാരി പെൺകുട്ടി പതുക്കെ ചെവി പറയണം, പാപ്പാന്റെ മായത്ത് ഒരു ചെക്കനെ കിട്ടും ഉമ്മാൻക്ക് എന്ന് ചോദിക്കണം. നിങ്ങളെ കുട്ടിക്ക് നിങ്ങളൊന്ന് കല്യാണം നോക്കി നോക്ക്. 20 വയസ്സുള്ള പെൺകുട്ടിക്ക് നിങ്ങൾ കല്യാണം നോക്ക്. ആ കുട്ടി നിങ്ങളെ ചെവിയിൽ വന്ന് എന്താ പറയാന്നറിയോ? ഉമ്മ ചെക്കനെ നോക്കണതൊക്കെ കൊള്ളാം, പാപ്പാന്റെ മായത്ത് വേണ്ടട്ടോ അല്ലേ? പറയില്ലേ? ഇതാണോ കുടുംബം? എത്ര വീടുകളുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ കുടുംബ സംഗമം കഴിഞ്ഞിറങ്ങുമ്പോ ഈ കുടുംബ സംഗമത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് മാറ്റത്തിന്റെ നാന്ദി കുറിക്കണം. ആ നാന്ദി കുറിക്കലാവണം ഈ കുടുംബ സംഗമം. അപ്പോഴേത് വിജയിക്കൂ. അല്ലാതെ ഇവിടുന്ന് ബിരിയാണി ഇന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുടെ നാട്ടിലെ ഹോട്ടലില്ലേ? ഇല്ലേ? അവിടെ കയറി ഒരു ബിരിയാണി നിന്ന് പോയ പോരെ. പിന്നെ പാട്ടും ഡാൻസും കാണാൻ ഇങ്ങോട്ട് വരണ്ടല്ലോ. വേണോ? വേണ്ട, അതും കിട്ടൂലേ നിങ്ങളുടെ മൊബൈലില്? അപ്പൊ എന്തിനാ അവിടെ വന്നത്? നമ്മൾ ഒരുമിച്ചു. ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ചില മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഭർത്താവ് ചിന്തിക്കണം, ഞാൻ എന്റെ ഭാര്യക്ക് മനസ്സമാധാനവും സംതൃപ്തിയും സന്തോഷവും കൊടുക്കണ്ടോ? ഉണ്ടോ? ഭർത്താവ് ചിന്തിക്കണം. ഭാര്യ ചിന്തിക്കണം, ഞാൻ എന്റെ ഭർത്താവിന് കൊടുക്കണ്ടോ?
ഇതേ ദുശാഠ്യവും ദുർവാശിയും അനുസരണക്കേടുമായി എത്ര പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ മക്കൾ നന്നാവും, എല്ലാ കാര്യങ്ങളും ഓക്കെയാകും, എല്ലാം ഉഷാറാവും. അല്ലെങ്കിലോ നമ്മളെ കാര്യം മഹാകഷ്ടം. അപ്പോ ഇവിടെ വെച്ചുകൊണ്ട് ഈ ചിന്തക്ക് തിരികൊളുത്താൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇനി എന്തിനാ കുടുംബം? ഞാൻ ഇപ്പൊ എന്താ കുടുംബം എന്നാ പറഞ്ഞ്, ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ സമയമില്ലാത്തതുകൊണ്ട്. ഇനി എന്തിനാ കുടുംബം? അല്ലേ, പെൺകുട്ടികളൊക്കെ ചോദിക്കും, ആൺകുട്ടികളൊക്കെ ചോദിക്കും, എന്തിനാ അത്? ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, എന്തിനാ കല്യാണം കഴിക്കുന്നത്? അല്ലേ, എന്തിനാ കുടുംബം? അവിടെയും നമുക്ക് ചില ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ ഉത്തരം സ്നേഹം. സ്നേഹിക്കാനാ കുടുംബം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഈ കുടുംബത്തിലുള്ളവർ, നമ്മളൊക്കെ കുടുംബത്തിനകത്ത് സ്നേഹമുള്ളവരാവണം. ബാപ്പയും ഉമ്മയും സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടാവണം. മക്കളെ സ്നേഹിക്കുന്ന വാപ്പയും ഉമ്മയും ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ മക്കളൊക്കെ സ്നേഹിക്കാത്ത വാപ്പ ഉണ്ടാവുമോ? അല്ലേ, ഉണ്ടാവില്ല. ഏത് വാപ്പാക്കും മക്കളെ ഇഷ്ടം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കണം, സ്നേഹിച്ചിട്ട് കാര്യമില്ല. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹിക്കുന്നു എന്ന് സ്നേഹിക്കുന്നവരറിയണം. കുട്ടികളെ കാണുമ്പോഴേക്കും ഒച്ചമ്പുളി, കുട്ടികളെ കാണുമ്പോഴേക്കും ഒച്ചമ്പുളി, അല്ലേ? അങ്ങനെ ഒച്ചമ്പുളി ഉണ്ടാക്കുന്ന ബാപ്പ കുട്ടികളെ സ്നേഹിക്കേണ്ടത് കുട്ടികൾക്ക് മനസ്സിലാവോ? ആവോ? ഇല്ലല്ലോ. ബാപ്പ സ്നേഹിക്കുന്നു എന്ന് മക്കളറിയണം, ഭാര്യ സ്നേഹിക്കുന്നു എന്ന് ഭർത്താവ് അറിയണം, ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന് ഭാര്യ അറിയണം. ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അയാൾ സ്നേഹിക്കുന്നു എന്ന് അറിയണം. അയാൾ അറിയുന്ന രൂപത്തിൽ അതിനെ പ്രകടിപ്പിക്കണം. ചിരിച്ചാൽ എന്തോ കൊഴിഞ്ഞു എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ ആണുങ്ങളുണ്ട്. ചിരിച്ചാലേ, മക്കളിലൊക്കെ ചിരിച്ചാൽ എന്തോ ഒന്ന് കൊഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ നടക്കുക. ഒരു വാപ്പന്റെ അടുത്ത് വന്ന് മക്കളോട് ചിരിക്കൂല. അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങളൊന്ന് പറയും, കുട്ടികളൊക്കെ നാശമാണ്, മൂപ്പരൊന്ന് ചിരിക്കാൻ പറയും. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മക്കളോടൊന്ന് ചിരിച്ചാ? അയാൾ എന്നോട് ചോദിക്കും, എപ്പോഴും ഇങ്ങനെ ചിരിച്ചാ എനിക്ക് ഭ്രാന്താന്ന് അറിയില്ല ആൾക്കാർ. ഞാൻ ചോദിച്ചു, എപ്പോഴും ഇങ്ങനെ കൺപിച്ചാ നിങ്ങൾക്ക് ഭ്രാന്താ അറിയില്ല ആൾക്കാർ? അയാൾ ചിരിക്കൂല. മക്കളെ കാണണ്ട, സ്ട്രിക്റ്റാ, പാട്ടാളച്ചിട്ട. എങ്ങനെ മക്കള് നന്നാവുക? മക്കളോട് ചിരിച്ചാലല്ലേ മക്കളെ ഇഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അവരെ തൊടണ്ടേ, അവരെ താലോലിക്കണ്ടേ, അവരോട് നന്നായിട്ട് സംസാരിക്കണ്ടേ. ഉമ്മയോ? അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും മാറ്റിയാൽ മതി. ഞാൻ ഈ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞ എന്താ അറിയോ, കണ്ണാടി വെച്ചാൽ മതി എല്ലായിടത്തും. അടുക്കളയിൽ 2 കണ്ണാടി, വലിയ കണ്ണാടി, ഡൈനിങ് ഹാളിൽ 2-3 കണ്ണാടി, എല്ലായിടത്തും കണ്ണാടി വെച്ചാൽ മതി. എന്നിട്ട് കുട്ടികളോട് നിങ്ങൾ വർത്താനം പറയുമ്പോൾ നിങ്ങളെ മുഖം ഒന്ന് നോക്കണ്ടി, സ്നേഹമാണോ ദേഷ്യമാണോ അപ്പൊ മനസ്സിലാവും. എപ്പോഴും ഒരു ദേഷ്യം എന്റെ അമ്മക്ക് എന്നാ കുട്ടി പറയാ. അവിടെയാണ് ഈ കുട്ടി പ്രേമം തേടി പോവുക, അവിടെയാണ് ആൺകുട്ടി സ്വൈര്യം തേടി പോവുക. അറിയോ നിങ്ങൾക്ക്? ഒരു ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഒരു ചെക്കനെ, അവന് +1 പഠിക്കുക. +1 പഠിക്കുന്ന ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഉമ്മയും ബാപ്പയും പറയാണ്, സാർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം അവന്റെ? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ അവൻ നേരം വൈകിയാണ് വീട്ടിലേക്ക് വരിക. സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോയിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പുരയിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്ക, പിന്നെ അവൻ വരിക 10 മണി 10:30. സാർ ഒന്ന് മനസ്സിലാക്കി, രാത്രി ഇങ്ങനെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ പെട്ടുപോകും, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ അവനെ വിളിച്ചു, മുമ്പിലിരുത്തി, നല്ലൊരു മോനെ, കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോനെ ടൈം ടേബിൾ ഇട്ട് പഠിക്കണം. ശരി സാർ, അത് വൈകുന്നേരം ഇത്ര സമയം, ഓക്കെ ചെക്കൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, പുറത്തൊക്കെ പോയാൽ 7 മണിയാകുമ്പോഴേക്കും പുരയിലെത്തണം. അപ്പൊ ആ ചെക്കൻ തല ഇങ്ങനെ ചൊറിഞ്ഞു, 7 മണിക്കെത്തണം. ഞാൻ പറഞ്ഞു, 7 മണിക്കെത്തണം. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങരുത്, എല്ലാ തിന്മകളും അപ്പോഴാണ് ഉണ്ടാവുക, കള്ളുകുടിയും കഞ്ചാവും വേണ്ടാത്തരും ഒക്കെ, അതുകൊണ്ട് മോൻ പുറത്തിറങ്ങരുത്. അപ്പൊ ആ ചെക്കന് തല ഇങ്ങനെ ചൊറിഞ്ഞു, 7 മണിക്ക് വരണല്ലേ? ഞാൻ പറഞ്ഞു, 7 മണിക്ക് വരണം. ശരി. ഞാനും വിചാരിച്ചു, നല്ലൊരു മോൻ അല്ലേ, ഞാൻ റെഡി, ശരി. എന്നിട്ട് എന്നോട് ആ ചെക്കൻ ചോദിച്ചു, അല്ല സാറേ ഞാൻ 7 മണിക്ക് പുരയിൽ വന്നോളാം. ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിട്ട് എന്താ പ്രശ്നം? ഞാൻ വന്നോളാം, എന്നിട്ട് എന്തിനാ? ഓന്റെ ചോദ്യ, 7 മണിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടെന്തിനാ? അപ്പൊ ഞാനും വിചാരിച്ചു, പറയുമ്പോൾ തന്നെ എന്തിനാ എനിക്കറിയില്ലല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞു മോൻ പോയിട്ട് ഉപ്പനും ഇമ്മനും ഇങ്ങോട്ട് വിട്ട്. അപ്പൊ ഉപ്പയും ഇമ്മയും വന്ന് ചോദിച്ചു എന്തായി? ഞാൻ പറഞ്ഞു നല്ല ചെക്കനാ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൻ 7 മണിക്ക് വീട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് എന്തിനാ? അപ്പൊ ഉമ്മ ചോദിച്ചു എന്നിട്ട് എന്തിനാ? ബാപ്പ ചോദിച്ചു പറയുമ്പോൾ തന്നെ എന്തിനാ? അപ്പൊ ഞാൻ ചോദിച്ചു ഒന്നിനും ഇല്ലെങ്കിൽ പിന്നെ 10 മണിക്ക് വന്നാ പോരെ, നിങ്ങൾ എന്തിനാ അവൻ 7 മണിക്ക് വരുത്തല്? 7 മണിക്ക് വീട്ടിൽ വന്നിട്ട് എന്തിനാ? അപ്പോ ഉമ്മ പറഞ്ഞു അല്ല സാറേ വരണ്ടേ. ഞാൻ പറഞ്ഞു വരണം. ഞാൻ വീണ്ടും ആ ചെക്കനെ വിളിച്ചു. ചെക്കനെ വിളിച്ചിട്ട് ചെക്കനോട് പറഞ്ഞു മോനെ നീ 7 മണിക്ക് വരൂലേ? വരും സാറ് പറയും. എന്നിട്ട് ഞാൻ വന്നിട്ട് എന്തിനാ? ഒരു ഭാഗത്തുനിന്ന് ഉമ്മ ഇങ്ങനെ പറയുണ്ടാവും, ഒരു കോലം കണ്ടില്ലേ, ചെത് കണ്ടില്ലേ, മറ്റേ ഭാഗത്തുനിന്ന് വാപ്പ. ഇത് കേൾക്കാൻ ഞാൻ എന്തിനാ സാറേ പുരയ്ക്ക് വരുന്നത്? അപ്പൊ ഞാന് ബാപ്പനെ മാത്രം വിളിച്ച്, ബാപ്പയുള്ളതിന്റെ അധികാരി, അയാളെ മാത്രം വിളിച്ച് ഇരുത്തിട്ട് പറഞ്ഞു എന്താ ചെയ്യാ, ഇവന് വീട്ടിനകത്ത് ഉമ്മ ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല എന്നാണ് പറയണത്. അപ്പൊ ബാപ്പ എന്നോട് പറയാണ് അതൊരു പ്രശ്നം തന്നെയാണ്, ഞാനും ഒരു 10-10:30 വരലുള്ളൂ, ഓൾ എനിക്കും തരൂല സ്വൈര്യം. അപ്പൊ എവിടെയാ നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ ഉള്ളത് നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള ചിരിയുള്ള നല്ല രസകരമായ ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റണം. മക്കളോട് പ്രത്യേകിച്ച് ഒരു നല്ല മുഖം കാണിക്കണം. അതിന്റെ പേരെങ്ങനെയാ? നല്ല മുഖം. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്, നിങ്ങൾ കണ്ണടിയിൽ നോക്കിയാണ്, ഇപ്പൊ നിങ്ങൾ ഒരുങ്ങി മാറ്റിയല്ലേ വന്നത്. വീട്ടിൽ നിന്ന് ഇതാണോ നിങ്ങളെ മുഖം? ആണോ? ഒരു മാക്സ് ഉണ്ട്, അതാണ്ട് വലിച്ചു വാരിയിടും, അതാണ്ട് കേറ്റിക്കുത്തും, എന്നിട്ട് ആ മുടി കണ്ട് കെട്ടിയിട്ട് ഒരു നിർത്തുണ്ട്, തോം തോം തോം, എന്നിട്ട് കംപ്ലൈന്റാ കെട്ടിയോ വേറുള്ളവരെ നോക്കൂലേ? കല്യാണത്തിന് പോകുമ്പോൾ കുടുംബസംഗമത്തിന് പോകുമ്പോൾ എന്താ ഈ ഡ്രസ്സാണോ നിങ്ങൾ പറയുന്നുണ്ടല്ലേ? ഒരു പെണ്ണിനെ കുറിച്ച് അവൾ നോക്കിയാൽ തന്നെ സന്തോഷം നൽകുന്ന, നമ്മളെ അടുക്കളയിൽ പോയി കണ്ട് പെണ്ണിനെ നോക്കിയാലോ, ഖദീജ ഒറ്റ വരവാ, ഒന്നിനെ നിൽക്കുമ്പോൾ മുമ്പ് പറയും പോടുത്ത്, മത്തിന്റെ കുടലുണ്ടാവും മാക്സിമല്, അതങ്ങോട്ട് കയറ്റി കുത്തിണ്ടാവും. എപ്പോഴെങ്കിലും ഒന്ന് ഒരുങ്ങി നിൽക്കാറുണ്ടോ? നല്ല മുഖം മക്കൾക്ക് കാണിക്കുന്ന ഉമ്മമാരാവണം ഈ കുടുംബ സംഗമത്തിന് ശേഷം. നല്ല മുഖം. നിങ്ങൾ ആലോചിക്കുക, സ്കൂളിൽ ഇപ്പൊ കുറെ കാലമായിട്ട് സ്കൂളില്ല, തുറക്കാൻ കാത്തിക്കങ്ങള് അല്ലേ? തുറന്നോളും ഇൻഷാ അല്ലാ. സ്കൂളില്ല, സ്കൂളുള്ളപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലത്തെ അവസ്ഥ പോരേലേ, 1-ാം ലോക മഹായുദ്ധ പോരേലേ കുട്ടികളെ പറഞ്ഞേക്കാൻ. ആ സമയത്ത് നിങ്ങൾ കുട്ടീനോടുള്ള പെരുമാറ്റം ആലോചിച്ച് നോക്കിയാൽ, ഓ വന്നാണ് എന്തെങ്കിലും ചോദിച്ചാ ഉമ്മ പറയാണ് എനിക്ക് എന്തൊരു ഇഷ്ടാന്നറിയോ, പ്രേമിച്ച് പ്രശ്നമായിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ട് ആ പെൺകുട്ടി ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞപ്പോ ഉമ്മയും ബാപ്പയും കൂടി ഇന്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ഇങ്ങനെ കരയാ. ഉമ്മ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ കരയണത്? ധൈര്യത്തിൽ നിൽക്കുക. ആ പെണ്ണ് പറയാണ് എനിക്ക് എത്ര ഇഷ്ടം എന്റെ മോളെ നിങ്ങൾക്ക് അറിയോ എന്നോട്. ഞാൻ ചോദിച്ചു ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം, ഓക്കറിയോ? നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ള ഓക്കറിയോ? അപ്പൊ പറഞ്ഞു ഓക്കറിയാൻ വഴിയില്ല. എന്താ? കാണുമ്പോ ഭാവു പിന്നെ എങ്ങനെ ഓക്കറിയാം? ഇങ്ങോട്ടൊരു കാര്യമുണ്ടോ? ഞാനിപ്പോ ഈ കോട്ടക്കര മൈക്കിൽ വന്നിട്ട് എന്റെ ഭാര്യയെ എനിക്ക് ഭയങ്കര ഇഷ്ടം അറിഞ്ഞിട്ട് ഓള് കേൾക്കത് നിങ്ങൾ കേട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ഉമ്മമാര് ചിന്തിക്കുക നല്ല മുഖത്തോടെ. ഞാൻ പറഞ്ഞല്ലോ പരത്തി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ നല്ല മുഖം കാണിക്കണം. മക്കളെ മുമ്പിൽ 4 നേരം, ഭർത്താവിന്റെ മുന്നിൽ നല്ല മുഖം കാണിക്കണം 2 നേരം. പെണ്ണുങ്ങളോടാ ഞാൻ കുറെ ആണുങ്ങളെ പറഞ്ഞു, ഞാൻ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് തല്ലിട്ടു നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ. കണ്ടോ എന്താ ഞാൻ പറഞ്ഞ്? പെണ്ണുങ്ങൾ മക്കളെ വളർത്തുമ്പോ കുട്ടികൾക്ക് മുന്നിൽ 4 നേരം നല്ല മുഖം കാണിക്കണം. ഭർത്താവിന്റെ മുന്നിൽ 2 നേരം. മറക്കൂലല്ലോ. ഇനി ഞാൻ ആദ്യം കുട്ടികളുടെ കാര്യം പറയാം. ആദ്യം കുട്ടികളുടെ കാര്യമല്ല, അല്ലെ കെട്ടിയുടെ കാര്യമില്ലല്ലോ. കുട്ടികൾക്ക് മുന്നിൽ 4 നേരം ഉമ്മാന്റെ നല്ല മുഖം കാണണം. നല്ല മുഖം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ കുടുംബസംഗമം കഴിഞ്ഞ് പോയിട്ട് ഡ്രസ്സ് അയച്ചേക്കാതെ നിങ്ങൾ കണ്ണാടി നോക്കണം. അപ്പൊ കാണുന്നൊരു മുഖല്ലേ ഇങ്ങനെ ചിരിച്ച് ആ മുഖം. ചിരിയുള്ള സൗമ്യമായ വിടർന്ന കണ്ണുകളുള്ള ഉമ്മയുടെ സുന്ദരമായ മുഖം കുട്ടി 4 നേരം കാണണം. ഒരു ദിവസം 4 നേരം. ഞാൻ എണ്ണട്ടെ, ഓർക്കല്ലോ. നമ്പർ 1, ഉറങ്ങാൻ വേണ്ടി കുട്ടി പോകുമ്പോ ഉമ്മാന്റെ നല്ല മുഖം കാണണം. കുട്ടി കിടന്നുറങ്ങാൻ പോവാണ്, അപ്പോഴോ ഉമ്മാന്റെ നല്ല മുഖം ചിരിച്ചിട്ട് ഉമ്മ അസ്സലാമു അലൈക്കും മോള് ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിക്കോ, ഓതിക്കോ, ഊതിക്കോ, ശരീരത്തിലൊക്കെ ഊതി ഉഴിഞ്ഞോ, ആയത്തിൽ കുറിച്ചൊക്കെ ഓതിക്കോ, മോള് പ്രാർത്ഥന ചൊല്ലിക്കോ, കിടന്നോ.
അല്ലേ? ഉമ്മാന്റെ നല്ലൊരു മുഖം, ആ കുട്ടി പുതപ്പിങ്ങനെ ഇടുമ്പോ ഉമ്മ നമ്മ പോട്ടെ ഉണ്ടോ നല്ലൊരു മുഖം കണ്ടു. നമ്മളെ വീട്ടിനകത്ത് എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാതിട്ടാ, ആലോചിച്ചാതിയെ. ഇനിയോ ഉമ്മാന്റെ നല്ല മുഖം കണ്ട് കിടന്നുറങ്ങി ആ മോന്. രണ്ട്, കുട്ടി ഉണരുമ്പം ആദ്യം കാണേണ്ടത് ഉമ്മാന്റെ നല്ല മുഖം ഉണ്ടോ? ഓളങ്ങനെ വിളിച്ചുണർത്തുമ്പോ തട്ടി ഉണർത്തുമ്പോ ഓള് കണ്ണുറക്കുമ്പോ കാണേണ്ട എന്താ നിങ്ങൾക്ക്? ഉമ്മാന്റെ ചിരിച്ച സൗമ്യമായ നല്ല മുഖം. ഉമ്മ ഇങ്ങനെ ചിരിച്ചു നിൽക്കാണ്. ആ മോളെ എണീക്ക്, അസ്സലാമു അലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം. നിസ്കരിച്ചോ? ഐ നല്ല മുഖം. അപ്പൊ എപ്പോഴാ കണ്ടത്? രാത്രി കിടന്നുറങ്ങുമ്പോ, രാവിലെ എഴുന്നേറ്റപ്പോ. കഴിഞ്ഞില്ല, സ്കൂളിലേക്ക് കുട്ടി പോകുമ്പോ, കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ പൊന്നുമ്മമാരെ 2 പത്തിരി കരിഞ്ഞോട്ടെ, അതെടുത്താണ്ട് അടുപ്പ് കിട്ടാതെ നിങ്ങള് കരിഞ്ഞാല് എന്നാലും വേണ്ടിയില്ല. കുട്ടി പോകുമ്പോ നിങ്ങൾ കൊലായിലൊന്ന് വന്നിട്ട് ആ കുട്ടിക്ക് ഒരു നല്ല മുഖം കൊടുക്കണം. കരിയൊക്കെ ഒന്ന് തുടച്ച് വയർപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചിരിച്ചിട്ട് മോനെ അസ്സലാമു അലൈക്കും, മോളെ അസ്സലാമു അലൈക്കും, ശ്രദ്ധിച്ചു പോണേ, വേണ്ടാത്തരത്തിലൊന്നും പെടരുതേ. ദാ ഉമ്മ ആ കുട്ടിയെ യാത്രയാക്കി ഗേറ്റിന്റെ അടുത്തുനിന്ന് ആ കുട്ടി ഒന്നും കൂടി തിരിഞ്ഞു നോക്കും. എന്തിനാറിയോ? ആ നല്ല മോന്തൊന്ന് കാണാൻ. കഴിഞ്ഞ് ഇപ്പൊ എത്രയായി? 3. ഒന്നുകൂടി കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോ എപ്പോഴാ വരിക? കൃത്യം നിങ്ങൾക്ക് അറിയാം, 4:15 അല്ലെങ്കിൽ 4:30 അല്ല 5:00 ആയിക്കോട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് പുരയിലൊരു പണി ഉണ്ടാവില്ല. കുളിച്ച് മാറ്റി നിങ്ങൾ ക്ഷീണൊക്കെ മാറ്റി നല്ല കൺമഷിയൊക്കെ ഇട്ട് പൗഡർ, കുട്ടിക്കൂറ പൗഡർ, ഇപ്പൊ GST കുറച്ചുകൊണ്ട് ഒക്കെ കുറഞ്ഞിന്. പെണ്ണിന് പൗഡർ ഇടാം, പെണ്ണിന് കണ്ണെഴുതാം, പെണ്ണിന് സുഗന്ധം പൂശാം. എവിടുന്ന് അറിയോ? വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല, ഇപ്പോഴല്ല നിങ്ങൾ കണ്ണെഴുതേണ്ടത്, ഇപ്പോഴല്ല ഈ ചുരിദാറിനുണ്ടത്. നിങ്ങൾ മാക്സ് ഇടേണ്ടത് ഇപ്പോഴാ. ബസ്സിൽ വരുമ്പോഴാണ് മാക്സ് ഇടേണ്ടത്. നിങ്ങൾ മാക്സ് ഇട്ട വീട്ടിൽ നിന്നാ. ലെഗിങ്സ് ഇടേണ്ടത് വീട്ടിൽ നിന്നാ, ഭർത്താവിന്റെ മുന്നാ. അയാൾക്കാണ് ഇതൊക്കെ കാണേണ്ടത്, നാട്ടുകാർക്കല്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് എന്താ ഇടുക? പർദ്ദക്ക് ഡിസൈൻ വന്നാൽ അതിന് മാക്സി എന്നുള്ള പറയാ. രണ്ടും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഒരു ഷെയ്പ്പും ഇല്ല, ഒരു സാധനം ഇല്ലാതാ. നിങ്ങൾ ഒരു മാക്സ് ഇട്ടാണ് റോട്ടുമ്പോൾ കൂടെ നടന്നു നോക്കിയാണ് കോട്ടക്കൊക്കെ ഒരു മനുഷ്യൻ നിങ്ങളെ തൊടൂല. ബസ് കയറി വെക്കി മാക്സ് ഇട്ടാണ്ട് സീറ്റ് ഇട്ടും എല്ലാവരും എണീച്ചു തരും, അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഇതിട്ടാ നമ്മള് പുറയിലിക്കണേ. ഉണ്ടോ? അപ്പൊ ഉമ്മാന്റെ നല്ല മുഖം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ചിരിച്ച് ഗേറ്റും കെട്ട് തുറന്ന് കിടക്കുമ്പോ കുട്ടി കാണേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ മുഖ. ഇതിനെ ഞങ്ങൾ വീടുണ്ടാക്കി വെച്ചത്, അല്ലാതെ മുറ്റടിച്ചു തരാനുള്ള പോരാ. ഉണ്ടോ? അപ്പം ഗേറ്റും കെട്ട് തുറന്നപ്പോ ഉമ്മ കൊലായിലെ എണീറ്റു, 2 കൈയും വിടർത്തി നിന്ന് മക്കൾ ഓടി വന്ന് ഉമ്മാനെ ഒറ്റ കെട്ടിപ്പിടുത്ത. ഏത് കുട്ടിയാ തെറ്റിപ്പോവുക? ഏത് കുട്ടിയാ പ്രേമത്തിന്റെ ചുഴിയിൽ പെട്ടുപോവുക? ഇതൊന്നും നമ്മളെ പുരയിലില്ല. ഞമ്മക്കൊരു പോരാ. രാവിലെ എണീച്ചാൽ ഈ മാക്സിം കയറ്റി കുത്തി മുടിയും വലിച്ചു വാരി കെട്ടി പത്തിരി ഉണ്ടാക്കുക, എന്നിട്ട് പണ്ടാറടക്കാൻ പറയാ. പണ്ടാറടങ്ങാൻ എന്നാ അത് തീരുക? നമ്മളെ പെണ്ണുങ്ങൾക്കുള്ള പണി എന്താ അറിയോ? പണി തീർക്കുക. രാവിലെ എണീച്ച പടച്ചോനെ പ്രാർത്ഥന എന്താ? പടച്ചോനെ നിന്റെ പണി തീർക്കണേ. പുതിയാപ്പിള എന്നെ പ്രാർത്ഥിക്കണേ, ഇവിടെ പണിയൊന്നും തീർന്നിട്ട് വേറെ ഒക്കെ. ഇനി നിങ്ങളെ പണി തീരുന്നവരെ നിങ്ങൾക്ക് പണി ഉണ്ടാവും. പണി തീർന്നാ പിന്നെ കഫൻ ചെയ്ത് കബർക്ക് പറഞ്ഞേക്കും. അതുകൊണ്ട് പണി തീർന്നിട്ട് ഒരു പണി നടക്കൂല. കുട്ടികളെ നോക്കലും കുടുംബം നോക്കലും വീട് നോക്കലും എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ പണിയാണ്. അപ്പൊ 4 നേരം കുട്ടികൾക്ക് മുമ്പിൽ നല്ല മുഖം. ഇനി നമ്മളെ വീടൊന്ന് ആലോചിച്ച് നോക്കിയാ ഞങ്ങള് രാവിലെ ഇങ്ങനെ കിടന്ന് വിറക് അടുക്കളയില്. ആ സമയത്ത് കുട്ടി മാറ്റിണ്ടാവും, ഡ്രസ്സ് ഇടുണ്ടാവും. അവസാനം പോവാൻ നേരത്ത് ചെരുപ്പ് ഇങ്ങനെ ഇടുമ്പോ കൊലായിന്ന് ഉമ്മാ വിളിയേക്കൂല, അടുക്കളയിൽ തിരക്കിലായിരിക്കും. പിന്നെ വിളിക്കും ഉമ്മ എന്താടി, ഞാൻ പോവാട്ടോ. പോയില്ലേ? പോടാ അവിടുന്ന്. ഒറ്റ പാച്ചില കുട്ടി തിരിഞ്ഞു നോക്കൂല, പുല്ല് മുളക്കി അവൾ പോയ വഴിയിൽ. എന്ത് പറച്ചില്ല അത്? 2 നേരം ഭർത്താവിന് നല്ല മുഖം കൊടുക്കണം. 2 നേരം. ബാക്കി നിങ്ങൾ മുഖം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴാ 2 നേരം എന്നറിയോ? ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോ, ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോ. ബസ് കഴിഞ്ഞു. ജോലി കഴിഞ്ഞു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ സ്വീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബി വനിതകളായിരുന്നു നബി സ്വഹാബികളെ സ്വീകരിച്ചത്. അവർ കാത്തിരിക്കും. ഇസ്ലാമിൽ ഒരു തത്വമുണ്ട്. ഒരു മനുഷ്യൻ ദൂരയാത്രക്ക് പോയാൽ അയാൾ തിരിച്ചു വരുന്നത് വീട്ടിൽ അറിയിക്കണമെന്ന്. നിങ്ങൾ തിരിച്ചു വരുന്ന സർപ്രൈസ് വരാൻ പാടില്ല.
തിരിച്ചു വരുന്നുണ്ടെന്ന് ഭാര്യനെ ആദ്യം അറിയിക്കണം. ഞാനിതാ ഇന്ന സമയത്ത് എത്തും എന്ന് അറിയിക്കണം. എന്തിനാന്നറിയോ? എന്തിനാ? അവക്കൊന്ന് ഒരുങ്ങി നിൽക്കാൻ. എങ്ങനെ ഒരുങ്ങി നിൽക്കുക? അയാളെ സ്വീകരിക്കാൻ. അയാളെ വണ്ടിന്റെ ഒച്ച കേൾക്കുമ്പോ, അയാളെ ബൈക്കിന്റെ ഒച്ച കേൾക്കുമ്പോ ഭാര്യ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കണം. നിങ്ങളെ മുഖാ കാണേണ്ടത്. ഇത് മൂപ്പരിങ്ങനെ വെല്ലടിക്കും, കിണിങ് 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 കിണിങ്. അടുക്കളയിൽ നിങ്ങൾ മോനോട് പറയും, ഓടിരുന്ന് തോണ്ടിയിരിക്കും. ഓനോട് പറയടാ അപ്പം ഓർത്താ ചെക്കനെ കേട്ടിട്ടുണ്ടാവില്ല. ഓ മറ്റേ പബ്ജിയിലായിരിക്കും. ബാപ്പ പിന്നെ അവിടുന്ന് കിണിങ് 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 കിണിങ്. ഇയാൾക്കൊന്നുകൊണ്ട് അകത്തേക്ക് കയറി മേലേക്കിട്ടാണ് ക്ഷീണമെന്ന് മാറ്റാൻ. അയാൾ പിന്നെയും മെല്ലടിക്കും. അപ്പോഴും ഉമ്മ അവിടുന്ന് ഉറക്കനെ കേൾക്കൂല. പൊട്ടൻ പോയി തുറന്നെടുക്കടാ. അപ്പൊ ചെക്കൻ പോയി വായിലോർക്കും. ബാപ്പക്ക് ഓനോട് ചീത്ത, ഓൻ ഉമ്മനോട് ചീത്ത, ഓൻ അങ്ങോട്ട് ചീത്ത. വീടാകെ കളിച്ചതായി. ആ വരുന്ന സമയത്തൊന്ന് വാതിൽ തുറന്നിട്ട് അയാൾക്കൊന്ന് സലാമൊക്കെ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വരി കയറിക്കോളി, നിങ്ങൾ വേഗം പോയിക്കാണ് മേലേക്ക്, ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെക്കട്ടോ, എന്തൊരു ആശ്വാസം ഉണ്ടാവും ആലോചിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ ആകെയുള്ള അലകും പിടിയും മാറ്റിമറിക്കാൻ ആണും പെണ്ണും തയ്യാറാവണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 4 നേരങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ നല്ല മുഖം കൊടുത്താൽ മതി. അങ്ങനെ സ്നേഹം അത് പ്രകടിപ്പിക്കുന്ന ഉമ്മമാരും, സ്നേഹം പ്രകടിപ്പിക്കുന്ന ബാപ്പയും, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭാര്യയും ഭർത്താവും, സ്നേഹം പ്രകടിപ്പിക്കുന്ന അമ്മായി അമ്മമാരും നാത്തൂന്മാരും ഒക്കെയുള്ള കുടുംബമായി മാറണം. ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം കുടുംബത്തിലേ ഉള്ളൂ. എന്നാൽ നമുക്കാണ് ഈ ഖുർആൻ കിട്ടിയതും കുടുംബത്തെക്കുറിച്ചുള്ളതും. അമ്മായി അമ്മ സ്വൈര്യം കിടക്കുന്ന എത്ര മരുമക്കളുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? നാത്തൂന്മാര് അനാവശ്യമായി ഇടപെട്ട് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മായി അമ്മമാരെ, മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ടാവണമെങ്കിൽ അത് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് കൃത്യമായി ഈ രൂപത്തിൽ നിങ്ങളും മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് നാളെ ഒരു ഐശ്വര്യം കൈവരൂ. നോക്കൂ, അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത ഓരോ മക്കളും, ഇനി മക്കളോട് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ താളൊക്കെ തെറ്റും. ഇനിയും ഒരുപാട് ആളുകൾ കുടുംബത്തെ പരിചയപ്പെടുത്താനുണ്ട്, ആശംസകൾ പറയാനുണ്ട്, ഉച്ചയാകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനും ചുരുക്കാണ്. കുട്ടികളോട് ഒരേ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താണ്. ഞാൻ പറയണത് എൻ്റെ സംസാരം മനസ്സിലാക്കുന്ന മക്കളോടാണ് കേട്ടോ. മക്കൾക്ക് വേണ്ടത് എന്ത്? ഒറ്റ കാര്യം, വേറെ ഒന്നും ഞാൻ പറയില്ല. അതിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് അനുസരണ. ഇന്ന് സൂപ്പർ മാർക്കറ്റ് പോയാലും കൂടി കിട്ടാത്തൊരു സാധനം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താ വേണ്ടത്? അനുസരണ. അനുസരണയില്ലാത്ത ഒരു ജീവിയെയും നമുക്ക് പോറ്റാൻ കഴിയില്ല. ഇത്രയും മനസ്സിലാക്കുക. എന്റെ വാപ്പാക്ക് 5 കോഴിക്കളുണ്ട്. 5 കോഴിക്കള് എന്റെ വാപ്പാക്ക്. 4 കോഴിക്കളും മരിവാൻ കൊടുത്താൽ കൂട്ട് കയറും, 1 കോഴി പുറപ്പുറത്ത് കയറും. നോക്കണം, 4 കോഴി വാപ്പ വിളിച്ചാ വരും, 1 കോഴി വിളിച്ചാ വരൂല. എന്റെ വാപ്പക്ക് ഈ 4 കോഴിക്കളും പോറ്റാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 5ാമത്തെ കോഴിന്റെ വാപ്പ എന്ത് ചെയ്യും? 4 ദിവസം വാപ്പ നോക്കും. 4ാമത്തെ ദിവസം ഉമ്മനോട് പറയടി, കൂടുതൽ വിടുമ്പോഴേ ആ മറ്റേനെ വിടണ്ട, അന്നിന്റെ വീട്ടിൽ കോഴിക്കറി ആയിരിക്കും. അതിനർത്ഥം കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. ആ ഒരാൾക്ക് 100 ആടുകളുണ്ട്, 99 ആട് അയാൾ വിളിച്ചാ വരും. എന്നാൽ ഒരാട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. എങ്ങനെ അതിനെ പോറ്റുക? ഏത് ജീവിനെയും പോറ്റാ. ആനനെ പോറ്റുണ്ട് ആൾക്കാര് ഗുരുവായൂർ ദേവസ്വം ആനനെ പോറ്റുണ്ട്. അവിടെ 100 കണക്കിന് ആനകളുണ്ട്. ആനനെ പോറ്റാം, ഒരു പ്രശ്നമില്ല. ഒറ്റ കാര്യം എന്താ? ആന അനുസരിക്കണം. കോഴിയെ പോറ്റാം, അനുസരിക്കണം. നായയെ പോറ്റാം, അനുസരിക്കണം. മക്കളെയും പോറ്റാം, അവർ അനുസരിക്കണം. നമ്മളെ കുട്ടികളോ പറഞ്ഞാൽ കേൾക്കൂല. ചെറിയ കുട്ടിയും കൂടി പറഞ്ഞാൽ കേൾക്കൂല. മോനെ അങ്ങനല്ല, എങ്ങനെ ഉണ്ടാവുന്നവിടെ മോനെ ഫോൺ പഠിക്കണ്ട, എങ്ങനെ ഇതിനെ പോറ്റുക? കോഴിയാണെങ്കിൽ അറുത്ത് കൂട്ടാൻ വെക്കേനി, പോത്താണെങ്കിൽ വിറ്റാ പൈസ ഇട്ടീനി. ഇതിനെന്താ ചെയ്യാ? ഉണ്ടോ? അവിടെയാണ് മക്കൾ ചിന്തിക്കേണ്ടത്. ഉമ്മയും ബാപ്പയും നോ എന്ന് പറഞ്ഞാൽ അത് അവന് ഗുണമാണ്. ഉമ്മയും ബാപ്പയും യെസ് എന്ന് പറഞ്ഞാലോ അതും അവന് ഗുണമാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ അനുസരണ പഠിപ്പിക്കണം. ബാപ്പയെ അനുസരിക്കാത്ത, ഉമ്മയെ അനുസരിക്കാത്ത ഒരു മക്കളും
ലോകത്ത് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അവർ അപകടകരമായ രീതിയിൽ വളരും. കണ്ടല്ലോ? അപ്പൊ എല്ലാരോടും ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാരോടും. ഇനി കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇങ്ങനൊരു ചോദ്യ. ഞാനൊരു മാഷായതുകൊണ്ട് അവസാനം ചോദ്യം ചോദിച്ചിട്ടാണ് അവസാനിപ്പിക്കുക, അല്ലെ? കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? അമ്മായിമ്മയാണോ? നാത്തൂനാണോ? ഭാര്യയാണോ? ഭർത്താവാണോ? അല്ല, അല്ലേ അല്ല. ഒരു സാധനം, അതാണിത്. ഇനി ഞാൻ പറയണ്ടല്ലോ, കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണിത്. എനിക്കാദ്യം പറയാനുള്ളത് ഈ മൊബൈൽ ഫോണിൽ ആണുങ്ങളോടാണ്. കൂലിപ്പണിയെടുക്കുന്ന ആളുകൾ, കച്ചവടക്കാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ, ഇങ്ങനെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ആരും ആവട്ടെ, ഞാൻ ആണുങ്ങളോടെ പറഞ്ഞു കേട്ടോ, ആണുങ്ങളോടാണ്, പെണ്ണുങ്ങളോടല്ല. ആണുങ്ങളോട്, കുട്ടികളോടുമല്ല, ബാപ്പമാരോട്, കുടുംബനാഥന്മാരോട്, നിങ്ങൾ ആരുമാവട്ടെ, കച്ചവടമാണോ, തൊഴിലാണോ, കൂലിപ്പണിയാണോ, അല്ല ഗവൺമെന്റ് ഉദ്യോഗമാണോ, എന്തും ആയിക്കോട്ടെ, എന്തും, സ്വന്തമായിട്ട് ഷോപ്പുണ്ടോ ആയിക്കോട്ടെ, എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ, 8:30 മണിക്ക് നിങ്ങളുടെ ഷോപ്പ് ക്ലോസ് ചെയ്താൽ നിങ്ങൾ 9 മണിക്ക് വീട്ടിലെത്തണ്ട. എത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. 8:30 മണിക്ക് ഷോപ്പ് പൂട്ടുമെങ്കിൽ നിങ്ങൾ 9 മണിക്ക് വീട്ടിലെത്തണ്ട. 8:30 മണിക്ക് ഷോപ്പിന്റെ ഷട്ടർ ഇങ്ങോട്ട് താത്തുക, നിങ്ങൾ ഷോപ്പിന്റെ ഉള്ളിലിരിക്കുക. മനസ്സിലായോ? അരമണിക്കൂറോ 1 മണിക്കൂറോ തോണ്ടാനുള്ളത് മുഴുവൻ തോണ്ടുക. ഇപ്പൊ കസ്റ്റമർ ഒന്നും ഉണ്ടാവില്ല, ഷട്ടർ താത്തിയല്ലോ. 1 മണിക്കൂറോ അരമണിക്കൂറോ ഫുള്ള് തോണ്ടിക്കോ, വാട്സപ്പോ ഫേസ്ബുക്കോ തോണ്ടിക്കോ, എല്ലാം തോണ്ടുക. തോണ്ടി കഴിഞ്ഞിട്ട് ഫോണ് കീശയിലിടുക, ഷട്ടർ പൊക്കുക, താത്തുക, പൂട്ടുക, വീട്ടിൽ പോവുക. പിന്നെ ഈ സാധനം തോണ്ടരുത്. വീട്ടിലെത്തിയ പിന്നെ ഈ സാധനം തോണ്ടരുത്. അവിടെ കമ്മിറ്റി വെച്ചേക്കുക. കഴിഞ്ഞ് ആവശ്യമുള്ളത് മാത്രം വിളിക്കുക. പിന്നെ വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. ആണുങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. 6 മണിക്ക് 5:30 മണിക്ക് കൂലിപ്പണി കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട ആണുങ്ങൾ, നിങ്ങൾ 7 മണിക്ക് വീട്ടിൽ വരണ്ട. നിങ്ങൾ കൂലിപ്പണി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റേഞ്ചിലുള്ളടത്തിരുന്ന് തോണ്ടിക്കോ. 1 മണിക്കൂർ തോണ്ടണോ? തോണ്ടിക്കോ. വീട്ടിൽ തോണ്ടലില്ല. വീട്ടിലെത്തിയ ഭാര്യനെ തോണ്ടണം, മക്കളെ തോണ്ടണം, അവരോടൊന്നിച്ച് കളിക്കണം. ഇതില്ല. നമ്മളെ വീട്ടിലെ അവസ്ഥ എന്താ? ബാപ്പക്കെട്ട് വരും, പണിയും ചെയ്യണ്ട്, കുളിച്ചു മാറ്റിയൊരു കള്ളിത്തിനെടുത്ത് കൊലായിൽ വന്ന് 2 കാലും കയറ്റിച്ചാണ് തോണ്ട് തന്നെ. ഇതിന് മക്കളോട് പറയാൻ പറ്റുമോ നമുക്ക്, മോനെ നീ തോണ്ടരുതെന്ന്? പറ്റുമോ? പ്രിയമുള്ള പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് നോക്കാനുള്ളത് മക്കളും ഭർത്താവും ഇല്ലാത്തപ്പം നോക്കണം. വാട്സപ്പ് നോക്കിക്കോ, കുടുംബത്തിന്റെ ഗ്രൂപ്പ് നോക്കിക്കോ, നിങ്ങളെല്ലാം പ്രതികരിച്ചോളൂ, ഒരു പ്രശ്നമില്ല. എപ്പോ മക്കളുണ്ട് വീട്ടിൽ, ബാപ്പയുണ്ട് വീട്ടിൽ, ഫോണില്ല, ആ ഫോണ് മാറ്റിവെക്കണം, മക്കൾക്കും മാറ്റിവെക്കണം. ഇങ്ങനെ ഈ ഫോണിന്റെ മുകളിലുള്ള ഒരു പ്രോട്ടോകോൾ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ സാധനം നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ മതിൽ കെട്ടിക്കളയും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമില്ലാതെയാകും, മക്കള് ബാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധമില്ലാതെയാകും. അതുകൊണ്ട് മൊബൈൽ ഫോണ് നിങ്ങൾ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ രാത്രി വീട്ടിൽ ബാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയം, ആ സമയത്തെ സൈക്കോളജി ഒരു പേര് വിളിക്കും, ഉത്കൃഷ്ടവേളകൾ. അതിന്റെ ഇംഗ്ലീഷ് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും, ക്വാളിറ്റി ടൈം എന്നാണ്. സൈക്കോളജി അതിനെ വിളിക്കുന്ന പേരെങ്ങനെയാണ്? ഓരോ കുടുംബത്തിനും ഒരു ഉത്കൃഷ്ടവേളയുണ്ടാക്കണം. എന്താ ഉത്കൃഷ്ടവേള എന്ന് പറഞ്ഞാല്? ബാപ്പയും ഉമ്മയും മക്കളും സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുന്ന സമയം. നിങ്ങളെ കുടുംബത്തിൽ എത്രത്തോളം ഉത്കൃഷ്ടവേളകളുണ്ട്, ആ വേളകൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിനാണ് നാം കുടുംബമായത്. മിന്നിത്തിളങ്ങുന്ന LED ബൾബുകളും, നിലത്ത് വിരിച്ച നല്ല മിനുസമുള്ള മാർബിളും, പുറത്ത് വിരിച്ച പൂട്ടുകെട്ടകളും, നിർത്തിയിട്ട ഷെഡിൽ നിർത്തിയിട്ട കാറും ഒന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ അല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ആ വീട്ടിനകത്തുള്ള സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ എത്രത്തോളം അതിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും, അതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. നാളെ നമ്മളൊരു മുസ്ലിം കുടുംബമാണ്, പോരാ, ഇതൊന്നും പോരാ. നമ്മുടെ ലക്ഷ്യം എന്താ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം,
നമ്മൾ അറിയണം എന്താ ലക്ഷ്യം. ഭാര്യയും ഭർത്താവും ഈ ഫോൺ കൊണ്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കുടുംബ സംഗമത്തിന് നേർന്നുകൊണ്ട് ഈ കുടുംബ സംഗമത്തിലെ എന്റെ സംസാരവും അതിനുശേഷമുള്ളതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനത്തിന്റെ നാന്ദി കുറിക്കലാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇതിന്റെ സംഘാടകർക്ക് കുടുംബത്തെ ഒന്നിപ്പിക്കുന്നവൻ സ്വർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് ഈ സംഘാടനം ഒരുപാട് ദിവസങ്ങളായി ഉറക്കും ഊണുമൊഴിഞ്ഞ് ഈ സംഘാടനം നടത്തുന്ന ഇതിന്റെ സംഘാടകർക്ക് റബ്ബ് കൃത്യമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.